ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് വളരെ അടിപൊളിയായിട്ടുള്ള എക്സാമാണ്. നിങ്ങൾക്ക് കുറച്ചൊക്കെ പഠിച്ചാൽ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അതെന്താണ്, നിങ്ങൾ ഇംഗ്ലീഷിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്ന ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ചോദ്യം വരും എന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് കോംപ്രിഹെൻഷനാണ്. അത് നമ്മൾ ഒരു പാസേജ് ഉണ്ടാവും, ആ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ നല്ലവണ്ണം ഒന്ന് കണ്ണ് തുറന്ന് നോക്കുകയോ വേണ്ടു, നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് 5 മാർക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും ഒരു 2 കോംപ്രിഹെൻഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീഡിയോസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസ് കാണുക, അതിലുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നത് സെയിൽ പോസ്റ്റ് ആണ്. വുഡൻ കപ്പ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു സെയിൽ പോസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പഠിച്ചല്ലേ, ആ സെയിൽ പോസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സെയിൽ പോസ്റ്റിൻ്റെ 4 വീഡിയോസ് 4 എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കാണുക. പിന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്ക് ഏതാണ്? എഡിറ്റിങ്ങിൻ്റെ 5 എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് 15 മാർക്ക് കിട്ടിയോ? കിട്ടി. അപ്പം 15 മാർക്ക് നമുക്ക് വലിയ മെനക്കേടൊന്നും ഇല്ലാതെ കിട്ടുന്ന മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് ഇതുവരെ പഠിച്ചിട്ടില്ല, ഒക്കെ റെഡി. ഇനി പഠിക്കാത്തവരാണെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾ ഇന്നും നാളെയും കഠിനമായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല മാർക്ക് തന്നെ കിട്ടും. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും അവനവന് ഉയർന്ന മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും A+ ഒന്നും നേടാൻ കഴിയില്ല, എന്നാലും അവനവൻ്റെ ലെവൽ ബെസ്റ്റ് എല്ലാവർക്കും കിട്ടട്ടെ. ഓക്കെ, ഇംഗ്ലീഷ് നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നമുക്ക് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ഒരു പ്രൊഫൈൽ എഴുതാൻ എന്തായാലും ഉണ്ടാവും. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ്, ജീവചരിത്രക്കുറിപ്പ് നിർബന്ധമാണ്. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇവിടെ 2 എക്സാമ്പിൾസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതും കാണുക. ഓക്കെ, പ്രൊഫൈൽ റൈറ്റിങ്ങും അങ്ങനെ നമ്മൾ കഴിഞ്ഞു. പിന്നെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഒരുപാട് ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിയൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അതേപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെ, റോബർട്ടിനോ, ഐവാന തുടങ്ങിയ ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് വായിച്ചു പോവുക. എല്ലാം പഠിക്കണം, കഴിയുന്നവർ പഠിക്കുക, അല്ലാത്തവർ 1-2 പ്രാവശ്യം വായിച്ചു പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ ലെറ്റർ ഉണ്ടാവും. ഓക്കെ, പിന്നെന്താണ് വരിക? അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ലെറ്റർ പിന്നെ ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും, ഡയറി ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്നൊക്കെ ഉള്ളൂ ഉണ്ടാവുക. അപ്പം നമ്മൾ ഏത് വരണം എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളെല്ലാം ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഈ ക്രിസ്മസ് എക്സാം അങ്ങോട്ട് തകർത്ത് പൊളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ക്യാരക്ടർ? നിങ്ങൾക്ക് പോളിയയുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? മേക്ക് എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച്, ജസ്റ്റിഫൈ യുവർ പോയിന്റ്സ് വിത്ത് എക്സാംസ്. അപ്പോൾ പോളിയൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിയ എന്നൊരു ഹെഡിങ് ആയിട്ട് സെൻറ്ററിൽ കൊടുക്കുക. അങ്ങനെയൊക്കെ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചാൽ ടീച്ചർ കുറച്ച് മാർക്കൊക്കെ തരും. ഓക്കെ, അപ്പോൾ പോളിയാന്ന് നല്ല വൃത്തിയിൽ ഒന്ന് ഹെഡിങ് ആയിട്ട് എഴുതുക. അപ്പം നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കുകയാണ്. നിങ്ങൾ എന്നോട് കൂടി തന്നെ വായിക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കഴിയുന്നവരാണെച്ചാൽ അങ്ങനെ ചെയ്യുക. ഓരോ വേർഡും നിങ്ങൾ വായിച്ച് ഇപ്പം തന്നെ മനസ്സിലാക്കുക. ഇനി വേറൊരു സമയത്തേക്ക് പഠിക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുത്തിട്ട് നോട്ട് ബുക്ക് നോക്കി വായിക്കുക. അപ്പോൾ പിന്നെ യൂട്യൂബ് തന്നെ കാണണമെന്നൊന്നും പറയില്ല, കാരണം നമ്മൾ ബുക്കുമായിട്ടാണ് നമ്മൾ കമ്പനി ആവേണ്ടത്, യൂട്യൂബും ആയിട്ടല്ല. അപ്പം നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് പിന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ നോക്കി വായിക്കുക. ഓക്കെ, പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ഹൗസ് വൈഫ്. അപ്പോൾ പോളിയ എങ്ങനെയുള്ള ആളാണ്? പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ഹൗസ് വൈഫ്. അപ്പോൾ അവിടെ പോളിയനെ ഡിസ്ക്രൈബ് ചെയ്യാൻ 2 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോളിയയുടെ ക്യാരക്ടർ സ്കെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 2 പോയിന്റ് എഴുതണം. പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ഹൗസ് വൈഫ്. പോളിയ ഒരു ഇന്നസെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിഷ്കളങ്കനാണ്. അപ്പോൾ ഇന്നസെൻറ്റ്, നിഷ്കളങ്കയായ, ഇല്ലിറ്ററേറ്റ് അക്ഷരാഭ്യാസമില്ലാത്ത, വായിക്കാനും എഴുതാനും അറിയാത്ത ഒരു ഹൗസ് വൈഫാണ്, ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പം എല്ലാവരും പഠിച്ചില്ല, പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ഹൗസ് വൈഫ്. ഷീ ഈസ് ഓൺലി ആൻ ഓർഡിനറി കൺട്രി വുമൺ. ഒരു സാധാരണ നാട്ടിൻപുറക്കാരിയാണ്. ഷീ ഈസ് ഓൺലി ആൻ ഓർഡിനറി
കൺട്രി വുമൺ, ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയാണ്. ഇപ്പോൾ രണ്ട് വേർഡ്സ് നമ്മൾ പഠിച്ചു പോളിയെ പറ്റി. പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ഹൗസ് വൈഫ്. ഷീ ഈസ് ഓൺലി ആൻ ഓർഡിനറി കൺട്രി വുമൻ. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സെൻസിബിൾ. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സെൻസിബിൾ, അത്ര സെൻസിബിൾ ഒന്നല്ല. ദോ ആൻ ഇല്ലിറ്ററേറ്റ് കൺട്രി വുമൻ, ഷീ ഈസ് സ്ട്രോങ്ലി ഡിറ്റർമിൻഡ്. കാര്യം ഇങ്ങനെയാണ്, ഇല്ലിറ്ററേറ്റ് ആണ്, നാട്ടുംപുറത്തുകാരിയാണ്, എങ്കിലും എന്താണ് അവളുടെ പ്രത്യേകത? ഷീ ഈസ് സ്ട്രോങ്ലി ഡിറ്റർമിൻഡ്, ഉറച്ച തീരുമാനമുള്ളവളാണ്. ഷീ ഈസ് സ്ട്രോങ്ലി ഡിറ്റർമിൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കുകയാണ്. പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് ഹൗസ് വൈഫ്. ഷീ ഈസ് ഓൺലി ആൻ ഓർഡിനറി കൺട്രി വുമൻ. ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സെൻസിബിൾ. ദോ ആൻ ഇല്ലിറ്ററേറ്റ് കൺട്രി വുമൻ, ഷീ ഈസ് സ്ട്രോങ്ലി ഡിറ്റർമിൻഡ്. ഇതൊക്കെ അവളുടെ ക്യാരക്ടറാണ്. ഓക്കെ, ഹെർ ഡിസിഷൻ, അവളുടെ തീരുമാനം. എന്താണ് അവൾ തീരുമാനിച്ചത്? ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ ഓർഡർ ടു നോ ദ സീക്രറ്റ് ഓഫ് ദ ലെറ്റർ ഷോസ് ഹെർ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. അപ്പോൾ അവൾ എന്ത് തീരുമാനിക്കുകയാണ്? ഹെർ ഡിസിഷൻ ടു റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ള അവളുടെ തീരുമാനം. അതെന്തിനാണ് അവൾ പഠിക്കുന്നത്? അവളുടെ ഹസ്ബൻഡിൻ്റെ സീക്രറ്റ് കണ്ടുപിടിക്കാനാണ്. ടു നോ ദ സീക്രറ്റ് ഓഫ് ദ ലെറ്റർ ഷോസ് ഹെർ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. അപ്പം അതുവരെ അവൾ പഠിക്കാൻ ഹസ്ബൻഡ് ബുക്കൊക്കെ ഒന്നും കൊടുത്തിട്ട് എനിക്ക് പഠിക്കണ്ട എന്ന് പറഞ്ഞ അവൾ പിന്നെ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ഹെർ സ്ട്രോങ് ഡിറ്റർമിനേഷനാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ലൈൻ ഒന്നും കൂടി വായിക്കുക. ഹെർ ഡിസിഷൻ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ ഓർഡർ ടു നോ ദ സീക്രറ്റ് ഓഫ് ദ ലെറ്റർ ഷോസ് ഹെർ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് പോളിയ ഷോസ് ഹൗ അംബീഷ്യസ് ഷീ ഈസ്. അപ്പോൾ അവൾക്ക് എത്രമാത്രം അംബീഷ്യസ് ആണ്, എത്രമാത്രം ആഗ്രഹമുള്ളവളാണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. In the end, when she comes to know that her husband is fully loyal to her, she burst into tears. അപ്പോൾ ലാസ്റ്റ് അവൾ എഴുത്തും വായനയൊക്കെ പഠിച്ചു. അവൾ ആ ലെറ്ററൊക്കെ വായിച്ചപ്പോൾ എന്താണ്, അവൾക്ക് അവളുടെ ഹസ്ബൻഡ് ഒരു നിരപരാധിയാണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ അവൾക്ക് വളരെയധികം സങ്കടം തോന്നി. ഓക്കെ, ആ ലൈൻ ഒന്നും കൂടി വായിക്കാം. ഇൻ ദ ആൻഡ് വെൻ ഷീ കംസ് ടു നോ, അവൾ അറിയാണ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഈസ് ഫുള്ളി ലോയൽ ടു ഹെർ, ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് വെരി സെൻസിറ്റീവ്. അപ്പോൾ അവൾ വളരെ സെൻസിറ്റീവായ ആളാണ് അല്ലേ. അപ്പോൾ അവൾക്ക് അവളുടെ ഹസ്ബൻഡ് അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഹസ്ബൻഡ് വളരെ ലോയലായിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് സങ്കടം വന്നു അല്ലേ. സങ്കടം വരിക, പെട്ടെന്ന് സങ്കടം വരികയും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെൻസിറ്റീവ് വുമൺ ആണ് പോളിയ. പോളിയ ഈസ് എ നൈസ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് എഴുതാം. എങ്ങനെ പറയാം? പോളിയ ഈസ് നൈസ്, ഇന്നസെൻറ്റ്, ക്ലവർ, ഇല്ലിറ്ററേറ്റ് കൺട്രി വുമൺ വിത്ത് സ്ട്രോങ് വിൽ. ഈ സെൻറ്റൻസ് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. പോളിയ ഈസ് എ നൈസ്, ഇന്നസെൻറ്റ്, ക്ലവർ, ഇല്ലിറ്ററേറ്റ് കൺട്രി വുമൺ വിത്ത് സ്ട്രോങ് വിൽ. അപ്പോൾ പോളിയയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചു. ഒരു കോൺവെർസേഷൻ നമുക്ക് പഠിക്കാം. ഐവാൻ ബ്രോട്ട് എ ന്യൂ എഡിഷൻ ഓഫ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ ഫോർ പോളിയ. പോളിയക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് കൊണ്ടുവന്നു. ബട്ട് ഷീ വാസ് നോട്ട് റെഡി ടു ഈവൻ ഓപ്പൺ ദ ബുക്ക് വരെ തുറക്കാൻ അവൾ റെഡി ആയിരുന്നില്ല. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ പറയുക. ഐവാൻ, പോളിയ, സീ വാട്ട് ഐ ഹാവ് ബ്രോട്ട് ഫോർ യു. പോളിയ, നിനക്ക് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കൂ. പോളിയ, എ ബുക്ക്, ഒരു ബുക്കോ? ഐവാൻ, യെസ്, ഇറ്റ് ഈസ് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ. ഇത് ടീച്ച് യുവർ സെൽഫ് റഷ്യൻ എന്ന ബുക്കാണ്. പോളി പറയാം, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. എനിക്കിതൊന്നും വേണ്ട. ഐ വോണ്ട് ഓപ്പൺ ഇറ്റ്. എനിക്കത് തുറക്കേ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ വോണ്ട് ഓപ്പൺ ഇറ്റ്. എനിക്കത് വേണ്ടേം താനും എനിക്കത് ഓപ്പൺ ചെയ്യുകയും വേണ്ട എന്ന്. ഓക്കെ, ഐവാൻ, ഐ വിൽ ഫൈൻഡ് ടൈം ടു ഹെൽപ്പ് യു. ലെറ്റ് us ട്രൈ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പോളിയ, ഐവാൻ, ഐ ടോൾ യു. ഐവാൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്. എനിക്ക് എഴുതുകയും വേണ്ട വായിക്കുകയും വേണ്ട. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഞാനും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്. എൻ്റെ ഫിംഗേഴ്സ് ഒന്നും അത്ര അനക്കമില്ല. ഐവാൻ, നോ മൈ ഡിയർ, അങ്ങനെ പറയല്ല. യു മസ്റ്റ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. പക്ഷെ നിനക്ക് വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കണം. ഓക്കെ, ഗീവ് മീ ദാറ്റ് ബുക്ക്. എന്നാൽ ആ ബുക്ക് താ. അപ്പോൾ ഇത്രയാണ് ഒരു കോൺവെർസേഷൻ. ഇനി അടുത്തത്, പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ യുവർ ആനുവൽ സ്കൂൾ ഡേ സെലിബ്രേഷൻ. അപ്പം നമ്മൾ ന്യൂസ് പേപ്പർ മാൻ ആൻഡ് മീഡിയ എന്നുള്ള ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയയുടെ ആണ് പഠിച്ചത്.
അപ്പോൾ നമുക്കൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ടോപ്പിക് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ. അപ്പോൾ നമ്മൾ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ആദ്യം എന്താ പറയുക? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്. ടുഡേ ഐ ആം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ന്യൂസ് പേപ്പർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ന്യൂസ് പേപ്പർ ഈസ് വെരി യൂസ്ഫുൾ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ദിവസമുള്ള ജീവിതത്തിൽ ന്യൂസ് പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ ഈസ് വെരി യൂസ്ഫുൾ ടു ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ന്യൂസ് പേപ്പർ ഈസ് ടു പ്രൊവൈഡ് ഹസ് വിത്ത് റെലവൻറ്റ് ഹാപ്പനിങ്സ് അറൗണ്ട് അസ്. അപ്പം മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇൻഫോർമേഷൻ തരിക എന്നതാണ് ന്യൂസ് പേപ്പറിൻ്റെ മെയിൻ ഫങ്ഷൻ. ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി ഹെൽത്തി ഹാബിറ്റ്. ന്യൂസ് പേപ്പർ റീഡിങ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയ ഒരു ഹാബിറ്റാണ്. ദാറ്റ് ദ ചിൽഡ്രൻ ഷുഡ് ഡെവലപ്ഡ് ഫ്രം എ വെരി യങ് ഏജ്. അപ്പം കുട്ടികൾ നന്ന ചെറുപ്പത്തിലേ തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ്. ഓക്കെ, from very young age, sports etc. Therefore, newspaper reading is of vital importance. By saying this, I am concluding my speech. അതുകൊണ്ട് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബൈ സേയിങ് ദിസ്, ഇത് പറഞ്ഞുകൊണ്ട് ഐ ആം കൺക്ലൂഡിങ് മൈ സ്പീച്ച്. ഞാൻ എൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ, ഇനി അടുത്തത് മേക്കിംഗ് ആണ്. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജെയൽ ബേർഡ്സ് ലൈഫ്, വർക്ക്, കരിയർ എക്സെട്ര ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ആരുടെ പ്രൊഫൈലാണ് എഴുതേണ്ടത്? ജെയൽ ബേർഡാണ്. അപ്പോൾ നമ്മൾ അത് ജെയൽ ബേർഡ് എന്ന് ഒരു വലിയ അക്ഷരത്തിൽ സെൻറ്ററായിട്ട് എഴുതുക. ബോൺ August 13, 1880. പ്ലേസ് ഹെലൻസ്ബർഗ്. എഡ്യൂക്കേഷൻ, ഓക്യുപ്പേഷൻ, ഇൻവെൻഷൻ, ഡെത്ത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. അപ്പം ജെയൽ ബേർഡ് എന്താണ്? അയാളെ പറ്റിയിട്ടൊന്നും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അയാൾ ആരാണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ദ ഇൻവെൻറ്റർ ഓഫ് ദ ടെലിവിഷൻ. ജെയൽ ബേർഡ്, ദ ഇൻവെൻറ്റർ ഓഫ് ദ ടെലിവിഷൻ, വാസ് ബോൺ ഓൺ August 13. ബോൺ വെറുതെ കൊടുക്കുകയുള്ളൂ അവിടെ. അപ്പം നമ്മളതൊരു സെൻറ്റൻസ് ആക്കണം. അവിടെ എന്ത് ചെയ്യണം? വാസ് ബോൺ ഓൺ August 13. അപ്പം ഇവിടെ ബോൺ എന്ന് മാത്രമാണ് കൊടുത്തത്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വാസ് ബോൺ, പിന്നെ ഓൺ August 13, 88. അവിടെ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേസിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഹച്ച് ഹെലൻസ്ബർഗ്, സ്കോട്ട്ലാൻഡ്. അപ്പോൾ ആ രണ്ട് ബോണും പ്ലേസും നമ്മൾ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജെയൽ ബേർഡ്, ദ ഇൻവെൻറ്റർ ഓഫ് ദ ടെലിവിഷൻ, അതവിടെ ഉണ്ടെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അത് പോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ജെയൽ ബേർഡ് വാസ് ബോൺ ഓൺ August 13, 88. പിന്നെ പ്ലേസിൻ്റെ പുറകെ എച്ച് ഹെലൻസ്ബർഗ്, സ്കോട്ട്ലാൻഡ്. ഇനി അയാളുടെ സ്കൂളാണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ല എഡ്യൂക്കേഷൻ്റെ സ്കൂളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഹി വാസ് എഡ്യൂക്കേഷൻ ഉള്ള സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് നോമൻ സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് സത്രഡിൽ. അപ്പോൾ അതൊക്കെ അതിലുള്ള പോലെ തന്നെ എഴുതാം. ബട്ട് ദ ഫസ്റ്റ് വേൾഡ് വാർ ഇൻറ്ററപ്റ്റ് ഹിസ് സ്റ്റഡീസ്. ആദ്യത്തെ 1ാം ലോക മഹായുദ്ധം വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിനൊക്കെ ഇൻറ്ററപ്റ്റ് ചെയ്തു, തടസ്സം സൃഷ്ടിച്ചു. അപ്പോൾ അത് ആ പോയിൻ്റ് അവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ ഇൻറ്ററപ്റ്റഡ് ഹിസ് സ്റ്റഡീസ് എന്നുള്ളത് എങ്ങനെയാണ് എഴുതിയത്? ദ ഫസ്റ്റ് വേൾഡ് വാർ ഇൻറ്ററപ്റ്റഡ് ഹിസ് സ്റ്റഡീസ്. അവിടെ ഒരു ബട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ അതേപോലെ എഴുതിയതാണ്. ലേറ്റർ ഹി വാസ് അപ്പോയിൻറ്റഡ്. അപ്പോൾ ഇവിടെ ഒക്യുപ്പേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്രണ്ട് എൻജിനീയർ, സൈക്കിൾ വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി. അപ്പോൾ അദ്ദേഹം ഒരു എൻജിനീയർ ആയിരുന്നു. അത് നമുക്ക് എങ്ങനെ എഴുതാം? he was appointed സൂപ്രണ്ട് എൻജിനീയർ അറ്റ് സൈഡ്സ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം. പിന്നെ ഇതാണ് ഇനി ഇൻവെൻഷനാണ് അവിടെ പറയുന്നത്. ഇൻ ഫെബ്രുവരി 1924 ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ അത് നമ്മളെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇൻ ഫെബ്രുവരി 1924 അതൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ ഫെബ്രുവരി 1924
ഹീ ഇൻവെൻറ്റഡ്, ഇൻവെൻഷൻ ആണല്ലോ വന്നത്. അല്ലെങ്കിൽ ആദ്യം തന്നെ എഴുതാം ഹീ ഇൻവെൻറ്റഡ് ഇൻ ഫെബ്രുവരി 1924 എന്നും എഴുതാം, അതും തെറ്റില്ല. അപ്പോൾ ഇൻ ഫെബ്രുവരി 1924 ഹീ ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം. പിന്നെ അതേപോലെ തന്നെ അവിടെ തന്ന പോയിൻ്റ് ആണ് ഈ 1927 ഹീ സെറ്റപ്പ്. അപ്പോൾ ഈ 1927 ഹീ സെറ്റപ്പ് ദ വയേർഡ് ടെലിവിഷൻ ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് ഫ്രം 1929 to 1935. അതൊക്കെ അവിടെ തന്നത് തന്നെയാണ്. ദ BBC ടെലികാസ്റ്റ് പ്രോഗ്രാംസ് യൂസിങ് ദ 30 ലൈൻ വയേർഡ് സിസ്റ്റം. പിന്നെ ലാസ്റ്റ് എന്താണ്, ഡെത്താണ്. ഡെത്ത് 1946 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത്, JL ബൈഡ് ഡൈഡ് ഇൻ 1946, ഡൈഡ് ഇൻ 1946. ഓക്കെ, അപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഇനി വേറൊരു പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ വരുന്നതാണ് താങ്ക് യു കാർഡ്. നമ്മൾ താങ്ക്സ് പറയുന്ന ഒരു കാർഡ്. അപ്പോൾ ഇവിടെ നോക്കൂ, മദേഴ്സ് ഡേക്ക് ഒരു കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ്, ഒരു താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പിന്നെ ചിത്രമൊക്കെ വരയ്ക്കുക. ബോർഡർ എന്തായാലും കൊടുക്കണം, ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഏത് ഡേ ആണോ വന്നിട്ടുള്ളത്, ഇനി മദേഴ്സ് ഡേ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറയാം. പിന്നെ അതാ ഒരു കുട്ടിയോ അമ്മയോ ഉള്ള ഒരു ചിത്രമൊക്കെ വരയ്ക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ലവിങ് മദർ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ലവിങ് മദർ. അപ്പോൾ അങ്ങനെ ഒരു കാർഡ് ഉണ്ടാക്കാൻ യു ആർ ദ ബെസ്റ്റ് മദർ, വിഷ് യു എ ലോങ് സ്വീറ്റ് ലൈഫ്. അപ്പം ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ, താങ്ക് യു കാർഡ് ഉണ്ടാക്കാനൊക്കെ എന്തായാലും വരും. അപ്പം നിങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് എഴുതുക. മദേഴ്സ് ഡേ ആണെന്ന് വെച്ചാൽ ഹാപ്പി മദേഴ്സ് ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ലവിങ് മദർ, യു ആർ ദ ബെസ്റ്റ് മദർ, അങ്ങനെയൊക്കെ കൊടുക്കുക. യു ആർ ദ ബെസ്റ്റ് ഫാദർ, ഇനി ഫാദറിനെ പറ്റിയിട്ട് ഇനി ഗ്രാൻഡ് പാരൻസ് യു ആർ ദ ബെസ്റ്റ് ഗ്രാൻഡ് ഫാദർ, വിഷ് യു എ ലോങ് സ്വീറ്റ് ലൈഫ്. ഇതൊക്കെ എല്ലാത്തിനും ഒരുപോലെയാണ്, ആളെ പേര് മാത്രം മാറ്റിയാൽ മതി. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു ടീച്ചേഴ്സ് ഡേ ആണ്. അതിനൊരു കാർഡ് കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. എവരി ഇയർ വി സെലിബ്രേറ്റ് September 5 ഹാസ് ടീച്ചേഴ്സ് ഡേ. പ്രിപ്പയർ താങ്ക് യു കാർഡ് ഫോർ യുവർ ടീച്ചേഴ്സ്. അപ്പം താങ്ക് യു കാർഡ് ഉണ്ടാക്കാനാണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ ഇങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചിത്രം വരയ്ക്കുക. ടീച്ചേഴ്സ് ഡേ എന്ന് കൊടുക്കുക, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറയുക. പിന്നെ ഒരു മെസ്സേജ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ എഴുതുക. ബെസ്റ്റ് ടീച്ചേഴ്സ് ടീച്ച് ഫ്രം ദ ഹാർട്ട് നോട്ട് ഫ്രം ദ ബുക്ക്. അങ്ങനെയൊക്കെ എന്തെങ്കിലും കോട്ടിങ്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ അത് വിട്ടേക്ക്. ഇങ്ങനെ നല്ല ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ടീച്ചേഴ്സ് ആർ വെരി ലവ്ലി എന്നൊക്കെ എഴുതിയാലും മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങൾ എഴുതുക. ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ടീച്ച് ഫ്രം ദ ഹാർട്ട് നോട്ട് ഫ്രം ദ ബുക്ക്. അപ്പം താങ്ക് യു കാർഡ് എഴുതാൻ, ഗ്രീറ്റിംഗ് കാർഡ് എഴുതാനൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി റീഡ് ദ ലൈൻസ് ഫ്രം ദ പോം ടു മൈ മദർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അപ്പോൾ ഇതൊരു കോംപ്രിഹെൻഷനാണ്. മൈ മദർ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചെറിയൊരു പോയമാണ്. ടുഡേ യുവർ നാച്ചുറൽ ഡേ, സ്വീറ്റ് ഫ്ലവേഴ്സ് ബ്രിങ്, മദർ accept I pray my offering, and may you happy live and long as bless, receiving as you give great happiness. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വാട്ട് ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ടുഡേ? ഈ ടുഡേയുടെ എന്താ പ്രഖ്യാതി? അപ്പോൾ എന്താ പറയുക, ടുഡേ ഈസ് അവർ നാച്ചുറൽ ഡേ. നാച്ചുറൽ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച ദിവസമാണ്. ടുഡേ ഈസ് ചൈൽഡ്സ് മദേഴ്സ് ബർത്ത്ഡേ. അപ്പോൾ ചൈൽഡ്സ് ദ പെക്യുലാരിറ്റി ഓഫ് ടുഡേ, ടുഡേ ഈസ് ചൈൽഡ്സ് മദേഴ്സ് ബർത്ത്ഡേ. അത് ഫസ്റ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ടുഡേ ഈസ് അവർ നാച്ചുറൽ ഡേ. ഓക്കെ. ഇനി അടുത്ത വാട്ട് ഈസ് ദ ചൈൽഡ് ബ്രിങ്? അപ്പം കുട്ടി എന്താ കൊണ്ടുവന്നത്? അപ്പോൾ ഇവിടെ നോക്കൂ, സ്വീറ്റ് ഫ്ലവേഴ്സ്, രണ്ടാമത്തെ ലൈൻ നോക്കൂ, സ്വീറ്റ് ഫ്ലവേഴ്സ് ബ്രിങ്. ആ ചോദ്യമാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? വാട്ട് ഡസ് ദ ചൈൽഡ് ബ്രിങ്? അപ്പം ദ ചൈൽഡ് ബ്രിങ്സ് സ്വീറ്റ് ഫ്ലവേഴ്സ്. അത് സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ദ ചൈൽഡ് ബ്രിങ്സ് സ്വീറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ അതും ആ ഇതിൽ പോയത്തിൽ തന്നെ ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോയം. അപ്പോൾ റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരേ എൻഡ് ഒരേപോലെ വേണം. അങ്ങനത്തെ തന്നെയാണ് നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഡേ, പ്രേ, ബ്രിങ്, ഓഫറിങ്. അപ്പോൾ അത് നിർത്തുന്നത് ഒരേ സൗണ്ടിലാണല്ലോ. ഡേ, പ്രേ. മിക്കവാറും ഉണ്ടാവുക ഈ ലൈനിൻ്റെ അറ്റത്തായിരിക്കും കേട്ടോ. എല്ലാം ലൈനിൻ്റെ അറ്റത്തായിരിക്കും എന്ന് പറയുന്നില്ല, എന്നാലും മിക്കവാറും ഡേ. ഇവിടെ നോക്കൂ, ഡേ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ലൈനിൽ അതിൻ്റെ രണ്ടാമത്തെ ലൈനിൽ പ്രേ. അപ്പം ഡേ, പ്രേ, അതേപോലെ എന്താണ് ഓഫറിങ്,
ബ്രിങ് ഓഫറിങ് അതും കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ വേറെ ഒന്നുണ്ട് ലിവ് ഗിവ്, അതും ഒരു റൈമിങ് വേർഡ്സ് ആണ്. ആൻഡ് മേ യു ഹാപ്പി ലിവ് റിസീവിങ് ആസ് യു ഗിവ്. പിന്നെ അതേപോലെ തന്നെ ബ്ലസ് ഹാപ്പിനെസ്, ഇതൊക്കെ റൈമിങ് വേർഡ്സ് ആണ്. അപ്പം നമ്മൾ റൈമിങ് വേർഡ്സ് കണ്ടെത്താൻ ഒന്നിടപെട്ടിട്ടുള്ള സെൻറ്റൻസ് നോക്കിയാൽ മതി, മിക്കവാറും അത് തന്നെയായിരിക്കും. ഇവിടെ നോക്കൂ, ഡേ പ്രേ, ബ്രിങ് ഓഫറിങ്, ലിവ് ഗിവ് ബ്ലസ് ഹാപ്പിനെസ്. റൈമിങ് വേർഡ്സ് ഒന്നും ആരും തെറ്റിക്കരുത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റൈമിങ് സ്കീം യൂസ്ഡ് ഇൻ ദ പോയം? അത് ABCD. ഇനി അടുത്തൊരു ഡയറിയാണ്. പോളിയ റീഡ് ദ ലെറ്റർ വിച്ച് വാസ് അഡ്രസ്ഡ് ടു ഹെർ ഹസ്ബൻഡ്. അപ്പം പോളിയ എഴുത്തും വായനയൊക്കെ പഠിച്ചു. അപ്പോൾ അവളുടെ ഹസ്ബൻഡിന് വന്ന ലെറ്റർ വായിക്കുകയാണ്. ദെൻ പ്രസ്സിങ് ഹെർ ലിപ്സ് ടുഗദർ സാഡ്ലി ഷീ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി ഇങ്ങനെ കരയുകയാണ്. ഷീ റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്തായിരിക്കും അവൾ വിചാരിച്ചിട്ടുണ്ടാവും, എൻ്റെ ഭർത്താവിനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പ്രിപ്പയർ ഇൻ ഡയറി എൻട്രി. ഇപ്പം ഡയറി എൻട്രി എഴുതുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എല്ലാവർക്കും അറിയാം, നമ്മൾ ഡേറ്റ് എഴുതണം. ഇനി പറ്റുമെങ്കിൽ അന്നത്തെ ദിവസവും എഴുതുക. ഓക്കെ, ഡേറ്റ് എഴുതി 23 സെപ്റ്റംബർ 2022. പിന്നെ എന്താ എഴുതാം? ഡേ ഏതെങ്കിലും വെനസ്ഡേ ട്യൂസ്ഡേ എന്നൊക്കെ എഴുതാം. പിന്നെ നമ്മൾ എപ്പോഴും ഡയറിയിൽ നമ്മൾ അടിസ്ഥാന പാഠാവലിലൊക്കെ പഠിച്ച പോലെ തന്നെ എനിക്ക് മറക്കാനാവാത്ത ദിവസമാണ്, എനിക്ക് സന്തോഷമുള്ള ദിവസമാണ് എന്നുള്ള പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലും എഴുതാം. എന്തെഴുതാം? ആൻ അൺഫോർഗറ്റബിൾ ഡേ, ഒരു മറക്കാനാവാത്ത ദിവസം. ഇപ്പം നമ്മൾ കൂടുതൽ സെൻറ്റൻസിലൊന്നും അത് ഇറ്റ് ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ എന്നൊന്നും എഴുതണം എന്നില്ല, കാരണം ഡയറിയാണ്. അപ്പം നമ്മൾ ആ ഒരു വേർഡിങ്സിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. നമ്മൾ ആൻ അൺഫോർഗറ്റബിൾ ഡേ, ഹൗ അൺഹാപ്പി ഐ ആം ഇല്ലെന്ന് എനിക്കുന്നു. സസ്പെക്റ്റഡ് മൈ ഗുഡ് ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസൺ. സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സംശയിക്കുക. എൻ്റെ ഭർത്താവിനെ ഒരു കാരണവും ഇല്ലാണ്ട് ഞാൻ സംശയിച്ചു. അപ്പം എന്താ പറഞ്ഞാൽ? സസ്പെക്റ്റഡ് മൈ ഗുഡ് ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസൺ. സസ്പെക്റ്റഡ് മൈ ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസൺ. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ടീച്ച് മീ. അദ്ദേഹത്തിൻ്റെ പരമാവധി ശ്രമിച്ചു എന്നെ പഠിപ്പിക്കാൻ. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ടീച്ച് മീ ബട്ട് കുഡിൻറ്റ് റെക്കഗ്നൈസ്ഡ് ഹിസ് ഗുഡ് ഇൻറ്റൻഷൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നല്ലൊരു പരിശ്രമത്തെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആ ഇൻറ്റൻഷനെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. but couldn't recognize his good intention. Now I deeply regret. ഇപ്പം എനിക്ക് നല്ല മനസ്താപമുണ്ട്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ മനസ്താപം. Now I deeply regret. Anyhow, ഇനി എങ്ങനെ ആയാലും I could learn reading and writing. ഞാൻ എന്തായാലും റീഡിങ്ങും ലേണിങ്ങും ഒക്കെ പഠിച്ചു. Now I understand that literacy is the light which removes the darkness of ignorance from us. ഇപ്പം എനിക്ക് മനസ്സിലായി, എഴുതാനും വായിക്കാനും അറിഞ്ഞാലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ ഡാർക്ക്നെസ് പോവുക. അല്ലെങ്കിൽ നമ്മൾ പലതും അങ്ങനെ ചിന്തിച്ചു കൂട്ടും. ഓക്കെ, ഹൗ ഗുഡ് ആൻഡ് ലോയൽ മൈ ഹൈവാൻ ഹിസ്. ഹൗ എൻ്റെ ഹൈവാന് എത്ര നല്ലവനാണ്. ഓക്കെ, അപ്പോൾ എത്ര എഴുതിയാൽ മതി. അതാണ് ആ ഡയറീൻ്റെ ഫോർമാറ്റ്. ആരും മറക്കില്ല എന്നറിയാം. ഓക്കെ, ഡേറ്റ് എഴുതാം. അറിയുമെങ്കിൽ ഒരു ഡേയും അങ്ങോട്ട് എഴുതുക. ഏതെങ്കിലും ഡേ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ an unforgettable day, how unhappy I am, suspected my good husband without any reason. He tried his best to teach me but couldn't recognize his good intention. Now I deeply regret. Anyhow, I could learn reading and writing. Now I understand that literacy is the light which removes the darkness of ignorance from us. How good and loyal my Ivan is. ഇനി അടുത്തത് വേറൊരു ലെറ്ററാണ്. സപ്പോസ് ഇവാൻ നിക്കോവിച്ച് റൈറ്റ്സ് എ ലെറ്റർ ടു ഫ്രണ്ട് മരിയ ടു കൺഗ്രാറ്റുലേറ്റ് ഹെർ ഫോർ മേക്കിംഗ് ഹിസ് വൈഫ് ലിറ്ററേറ്റ് വുമൺ. ഡ്രാഫ്റ്റ് ദ ലെറ്റർ. ഇനി നമ്മുടെ പോളിയ ലെറ്ററൊക്കെ വായിച്ചു. അപ്പോൾ മരിയയുടെ ലെറ്റർ വന്നപ്പോഴാണല്ലോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായത്. മരിയ എന്താണ് തൻ്റെ ഭർത്താവിന് അയച്ചത്, ലവ് ലെറ്റർ ആണോ എന്നൊക്കെ ഒരു സംശയം തോന്നിയിട്ടാണ് അവൾ പിന്നെ എഴുത്തും വായനയും പഠിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പം ഹൈവാൻ വളരെ സന്തോഷമായി. അപ്പോൾ ഹൈവാൻ മറിയയ്ക്ക് ലെറ്റർ എഴുതാണ്. ഓക്കെ, ഡിയർ മറിയ ഹോപ്പ് യു ആർ കീപ്പിംഗ് ഫൈൻ. അപ്പം നമ്മുടെ ഫ്രണ്ടിന് എഴുതാണ്. അപ്പം നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. കൺവേ മൈ ഗ്രീറ്റിംഗ്സ് ടു ഓൾ
ടു ഓൾ. എൻ്റെ ഗ്രീറ്റിങ്സ് എല്ലാവരെയും അറിയിക്കാം. ഐ ആം എന്നുണ്ട് കേട്ടോ, അവിടെ ഐ വിട്ടുപോയിട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഇടണം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു കൺവേ യു എ പീസ് ഓഫ് ഗ്ലാഡ് ന്യൂസ്. എൻ്റെ ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാ കോമൺ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്, എല്ലാ ലെറ്ററിലും നമുക്ക് എഴുതാം അല്ലേ. ഹോപ്പ് യു ആർ കീപ്പിംഗ് ഫൈൻ, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു കൺവേ യു എ പീസ് ഓഫ് ഗ്ലാഡ് ന്യൂസ്. ഓക്കെ, മൈ വൈഫ് പോളിയ ഹാസ് നൗ ലേൺഡ് ടു റീഡ് ആൻഡ് റൈറ്റ്. എൻ്റെ വൈഫ് പോളിയ ഇപ്പോൾ എഴുതാനും My wife Polia has now learned to read and write. അപ്പം നമ്മുടെ പോളിയ, എൻ്റെ വൈഫ് പോളിയ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. നീയാണ് അതിന് കാരണക്കാരി. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അറ്റ് ഫസ്റ്റ് ഷീ യൂസ്ഡ് ടു സേ ദർ വുഡ് ബി നോ യൂസ് ഇൻ ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ്. അവൾ ആദ്യം എന്തോയായിരുന്നു പറഞ്ഞിരുന്നത്? എഴുതിൻ്റെയും വായിക്കേൻ്റെയും അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പറഞ്ഞത്. അറ്റ് ഫസ്റ്റ് ഷീ യൂസ്ഡ് ടു സേ ദർ വുഡ് ബി നോ യൂസ് in learning to read and write. One day she got a letter from my pocket. ഒരു ദിവസം അവൾക്ക് എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി. ഇറ്റ് വാസ് ദ ലെറ്റർ വിച്ച് യു ഹാഡ് സെൻറ്റ് മീ. നീ എനിക്ക് അയച്ച ആ ലെറ്റർ ആയിരുന്നു. ഇറ്റ് വാസ് ദ ലെറ്റർ വിച്ച് യു ഹാഡ് സെൻറ്റ് മീ. ഇറ്റ് വാസ് ദ ലെറ്റർ യു ഹാഡ് സെൻറ്റ് മീ. ഷീ മിസ്അണ്ടർസ്റ്റുഡ് ഇറ്റ് ആസ് ലവ് ലെറ്റർ. അവൾ അത് ലവ് ലെറ്റർ ആണ് തെറ്റിദ്ധരിച്ചു. ആൻഡ് വാണ്ടഡ് ടു നോ ഇറ്റ്സ് കോണ്ടൻറ്റ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ കോണ്ടൻറ്റ് എന്താണെന്ന് അറിയണം, അതിലെന്താ എഴുതിയതെന്ന് അവൾക്ക് അറിയണം. പക്ഷേ അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഓക്കെ, സോ ഷീ ഡിസൈഡ് ടു ലേൺ റീഡിങ്. സിമ്പിൾ സെൻറ്റൻസിലാണ് എഴുതിയത്, അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. സോ ഷീ ഡിസൈഡഡ് ടു ലേൺ റീഡിങ്. അപ്പോൾ അവൾ റീഡ് ചെയ്യാൻ തീരുമാനിച്ചു. ലേൺ റീഡിങ്, റീഡ് ചെയ്യാം എന്നവൾ തീരുമാനിച്ചു. പോളിയ സക്സീഡഡ്. പോളിയ അതിൽ സക്സസ് ആവുകയും ചെയ്തു. വെൻ ഷീ റീഡ് ഇറ്റ്, അവൾ ആ ലെറ്റർ വായിച്ചു. ഷീ ഫെൽറ്റ് സാഡ്. അവൾക്ക് വളരെ ദുഃഖം തോന്നി. ഫോർ വാട്ട് ഹി ഹാഡ് തോട്ട് അബൌട്ട് മീ. അവൾ എന്നെ പറ്റി ആലോചിച്ചതിനെ കുറിച്ച് അവൾക്ക് ഭയങ്കര സങ്കടമായി. എനിവേ ഐ ആം വെരി ഹാപ്പി. എന്തായാലും ഞാൻ വളരെ സന്തോഷവാനാണ്. ഐ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ എഫേർട്സ്. അപ്പം നിൻ്റെ പരിശ്രമങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി. വിത്ത് ലവ്, ഐവാൻ. അപ്പോൾ ഇത്രയാണ് ഐവാനും മരിയൊക്കെ എഴുതിയ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താണ്? ഓക്കെ, the grandfather in the story, the woodcup, is a poor and loving old man. Prepare a character sketch of Robertino's dear grandfather. അപ്പോൾ റോബർട്ടിനോയുടെ ഗ്രാൻഡ് എല്ലാവർക്കും വുഡൻ കപ്പിൽ പരിചയം ഉണ്ടാവല്ലോ, ആ സ്റ്റോറി നിങ്ങൾ വായിച്ചതല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം വളരെ ഒരു പുവർ ആൻഡ് ലവിങ് ഓൾഡ് മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. അപ്പോൾ നമുക്ക് റോബർട്ടിനോ ഗ്രാൻഡ് ഫാദറിന് ഹെഡിങ് കൊടുക്കാം. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് റോബർട്ടിനോ ഈസ് എ ടിപ്പിക്കൽ ഓൾഡ് ഗ്രാൻഡ് ഡാഡ്. അയാളൊരു സാധാരണ ഒരു ഗ്രാൻഡ് ഓൾഡ് മാനാണ്. ദ പുവർ ആൻഡ് ലോൺലി, ഹീ ഈസ് വെരി ലവിങ്. വളരെ പാവപ്പെട്ട ആളാണ്, ഏകാന്തത അനുഭവിക്കുന്ന ആളാണ്. ദോ പുവർ ആൻഡ് ലോൺലി, ഹി ഈസ് വെരി ലവിങ്. പക്ഷെ എന്താണ്? വളരെ സ്നേഹമുള്ള ആളാണ്. ദോ പുവർ ആൻഡ് ലോൺലി, ഹി ഈസ് വെരി ലവിങ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പുവറാണ്, ലോൺലി ആണ്, എന്നാലും അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. ഷീ ഈസ് എ വെരി വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. നല്ല ഉഷാറായിട്ട് കഥകളൊക്കെ പറയും. ഹി ഈസ് വെരി വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. ഹി ലവ്സ് ഹിസ് ഗ്രാൻഡ് സൺ സോ ഡിയർലി. വളരെ അഗാധമായിട്ട് ആ ഗ്രാൻഡ് സണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. ഹി ഈസ് റിയലി എ ഗ്രേറ്റ് ഫ്രണ്ട്. അപ്പോൾ എന്താ? ഹി ഈസ് റിയലി എ ഗ്രേറ്റ് ഫ്രണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു യഥാർത്ഥ സുഹൃത്താണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട് റോബർട്ടിനോൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണല്ലേ, ഫ്രണ്ട് മാതിരിയാണ് അവർ തമ്മിൽ. ഹി ഈസ് റിയലി എ ഗ്രേറ്റ് ഫ്രണ്ട് ആൻഡ് കമ്പാനിയൻ ഓഫ് റോബർട്ടിനോ. ഒരു റോബർട്ടിനോൻ്റെ ഒരു സഹചാരിയാണ്, കൂടെ നടക്കുന്ന ആളാണ്. ഹീസ് ജെൻറ്റിൽ ആൻഡ് പേഷ്യൻറ്റ്. നല്ല ജെൻറ്റിലായ ഒരു മനുഷ്യനാണ്, ഒരു നല്ല മാന്യൻ. ഹി ഈസ് ജെൻറ്റിൽമാൻ എന്നൊക്കെ പറയില്ല. ഹി ഈസ് ജെൻറ്റിൽ ആൻഡ് പേഷ്യൻറ്റ്. വളരെ ക്ഷമയുള്ള ആളാണ്. അത് നമുക്ക് മനസ്സിലാവല്ലേ. റോബർട്ടിൻ്റെ മദർ മുടൻ കപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കപ്പ് പൊട്ടിച്ചപ്പോൾ ഒക്കെ ചീത്ത പറഞ്ഞു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം ക്ഷമ കൈവിട്ടില്ല. അപ്പോൾ എന്ത് പറയാം നമുക്ക്? ഹി ഈസ് പേഷ്യൻറ്റ്. ഹി നെവർ ഹട്ടേഴ്സ് ആംഗ്രി വേർഡ്സ് ടു എനിബഡി.
ആര് മേലും ഒരു ആംഗ്രി വേർഡ്സ് ദേഷ്യപ്പെട്ട് ഒന്നും ഒരു വാക്കും പറയില്ല. ഹി ഈസ് ഗുഡ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ഒരു ഗുഡ് ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം ഈ ക്യാരക്ടർ സ്കെച്ച്. എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു പോവുക. കഴിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കുന്നതിന് സമാണ്. ഓക്കെ, ദ ഗ്രാൻഡ് ഫാദർ ഓഫ് റോബർട്ടിനോ ഈസ് എ ടിപ്പിക്കൽ ഓൾഡ് ഗ്രാൻഡ് ഡാഡ്. Though poor and lonely, he is very loving. He is very wonderful storyteller. He loves his grandson so dearly. He is really a great friend and companion of Robertino. He is gentle and patient. He never utters angry words to anybody. He is a good grandfather. അപ്പോൾ നമ്മൾ 2 ക്യാരക്ടർ സ്കെച്ച് ഇപ്പോൾ പഠിച്ചു. ആദ്യം പഠിച്ച ഓർമ്മയുണ്ടല്ലോ, പോളിയ ഈസ് ആൻ ഇന്നസെൻറ്റ് ഇല്ലിറ്ററേറ്റ് വുമൺ. ഓക്കെ, അത് ഓർമ്മ ഉണ്ടെങ്കിൽ 2-3 ലൈൻസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രൊഫൈലാണ്. അപ്പോൾ ഒരു പ്രൊഫൈൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? മിഖായിൽ സൊഷെൻകോയുടെ പ്രൊഫൈലാണ്. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് മിഖായിൽ സൊഷെൻകോ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. ബോൺ August 10, 1894, സെൻറ്റ് പീറ്റർബർഗ്, റഷ്യ. ഓക്യുപ്പേഷൻ തന്നിട്ടുണ്ട്. ഫേമസ് ഫോർ, എന്തിനാണ് ഫേമസ് ആയതെന്ന് തന്നിട്ടുണ്ട്. മേജർ വർക്ക്സ് തന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് റൈറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഡൈഡ്, അതും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹെഡിങ് എഴുതാം. മിഖായിൽ സൊവെൻകോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് നല്ല അടിപൊളിയായിട്ട് എഴുതാം. എന്നിട്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? മിഖായിൽ സൊഷെൻകോ വാസ് ബോൺ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാസ് ബോൺ. ഓക്കെ, ആ പേര് എഴുതുക. എന്നിട്ട് വാസ് ബോൺ. പിന്നെ എന്താ എഴുതേണ്ടത്? ഓൺ August 10. ഡേറ്റ് വരുമ്പോൾ അതിൻ്റെ പുറകെ എന്ത് വരണം? ഓൺ August 10, 1894 in St. Petersburg, Russia. Okay. He was Soviet satirist, one who criticized people and instructions using humor. He was a Soviet satirist, one who criticized people and institution using humor. Humor എന്ന് പറഞ്ഞാൽ നർമ്മം, തമാശയിലൂടെ ആൾക്കാരെ വിമർശിക്കുന്ന ഒരു സോവിയറ്റ് സാറ്റിസ്റ്റ് ആയിരുന്നു. ബിഫോർ സൺറൈസ്, nervous people and other satires are among his well-known works. അപ്പം ഹിസ് മേജർ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് അങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഹിസ് മേജർ വർക്ക്സ് ആർ ബിഫോർ സൺറൈസ്, nervous people and other satires എന്ന് പറഞ്ഞ് കൊടുക്കാം. ഹിസ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് സ്കെച്ചസ് ആർ among the best comic literature on the Soviet period. He wrote on everyday Soviet life. He passed away on July 22, 1958. അപ്പോൾ പാസ്റ്റ് അവേ നല്ലൊരു വേർഡാട്ടോ. ഈ ഡൈഡ് എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു സാഹിത്യപരമായിട്ട് നല്ലത്. ഹീ പാസ്ഡ് എവേ ഓൺ July 22, 1958. അപ്പോൾ നമ്മൾ 2 പ്രൊഫൈൽ പഠിച്ചേ. ഇനി നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. നമ്മുടെ റോബർട്ടിനോയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ്. എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 70th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനൊരു ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ അയക്കണം. ഓക്കെ, ഗ്രീറ്റിംഗ് കാർഡ്. Robertino's family decided to celebrate Grandpa's 70th birthday. Help Robertino to prepare a birthday greeting card. അപ്പം ഗ്രീറ്റിംഗ് കാർഡൊക്കെ അയക്കാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ അയക്കാറുണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ റോബർട്ടിനോസിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബർത്ത്ഡേ ആണ്, 70th ആണ്. അപ്പോൾ നമുക്ക് ഹാപ്പി 70th ബർത്ത്ഡേ ഡിയർ ഗ്രാൻഡ് പാ ഇങ്ങനെ എഴുതണമെന്നില്ല. 70 നമുക്ക് 70 നമ്പറായിട്ട് എഴുതിയാലും മതി. ഹാപ്പി 70 ബർത്ത്ഡേ ഡിയർ ഗ്രാൻഡ് പാ. പിന്നെ എന്തെങ്കിലും മെസ്സേജ് എഴുതുക. I always feel lucky and blessed to have such an inspiring grandfather like you in my life. എനിക്ക് വളരെ സന്തോഷം, അതേപോലെ ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ വളരെ ഭാഗ്യമുള്ളവനാണ്, നിങ്ങളെപ്പോലൊരു ഗ്രാൻഡ് ഫാദർ എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്നാണ് റോബർട്ടിനോ പറയുന്നത്. ഐ ഓൾവേസ് ഫീൽ ലക്കി. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. ഐ ഓൾവേസ് ഫീൽ ലക്കി ആൻഡ് ബ്ലസ്ഡ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഐ ഓൾവേസ് ഫീൽ ലക്കി ആൻഡ് ബ്ലസ്ഡ് ടു ഹാവ് ഇങ്ങനെ ഒരു ഗ്രാൻഡ് ഫാദർ കിട്ടിയതിനെ. ടു ഹാവ് സച്ച് ആൻ ഇൻസ്പയറിങ് ഗ്രാൻഡ് ഫാദർ ലൈക്ക് യു ഇൻ മൈ ലൈഫ്.
മേ യുവർ ഹാർട്ട് ഓൾവേസ് ഓവർഫ്ലോ വിത്ത് ഹാപ്പിനെസ് ആൻഡ് ലവ്. നിങ്ങളുടെ ഹൃദയം എപ്പോഴും ഇങ്ങനെ സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ഒഴുകട്ടെ. ഹാപ്പി ബർത്ത്ഡേ യുവർ റോബർട്ടിനോ. അപ്പോൾ അതൊരു ബർത്ത്ഡേ കാർഡാണ്. അപ്പോൾ നമ്മൾ 2 താങ്ക് യു കാർഡ് പഠിച്ചു. ഒന്ന് മദേഴ്സ് ഡേയുടെ താങ്ക് യു കാർഡും ഒന്നെന്തായിരുന്നു ടീച്ചേഴ്സ് ഡേയുടെ താങ്ക് യു കാർഡും. ഇപ്പം നമ്മൾ ഗ്രാൻഡ് പേയുടെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡുമാണ് പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊന്ന് എഴുതാം. ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ട്സാണ്. ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. ഗ്രാൻഡ് ഫാദർ വയസ്സായി വരികയാണ്, അതേപോലെ തന്നെ വീക്കായി വരികയാണ്. വൺ നൈറ്റ്, ഒരു ദിവസം, ഹാസ് ഹി സാറ്റ് ഹർ അലോൺ ഇൻ ദ കിച്ചൺ, ഹിസ് ഹാൻഡ് ഷുക്ക് ആൻഡ് ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്. അപ്പോൾ ഒരു ദിവസം കിച്ചണിൽ ഇങ്ങനെ ഏകാന്തനായിട്ടിരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സൂപ്പിൻ്റെ കപ്പ് വീണ് പോയി. ഹീസ് ഹാൻഡ് ഷുക്ക്, അദ്ദേഹത്തിൻ്റെ കൈ വരച്ചു. ആൻഡ് ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ് ഓഫ് സൂപ്പ്, സൂപ്പിൻ്റെ കപ്പ് താഴെ വീണു. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. ആ കപ്പ് പൊട്ടി 10 കഷ്ണമാക്കി. 10 കഷ്ണം എന്നല്ല, ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്, പല കഷ്ണങ്ങളായി. റോബർട്ടിനോസ് മദർ ഷൗട്ടഡ് അറ്റ് ഹിം. അപ്പോൾ റോബർട്ടിനോൻ്റെ മദർ വന്ന് ഷൗട്ട് ചെയ്യാണ്. ഗ്രാൻഡ് ഫാദർ ബിക്കെയിം വെരി സാഡ്. അപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? മലയാളത്തിലെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചിന്തകൾ പറയാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ അതൊന്ന് എഴുതി നോക്കാം. ഗ്രാൻഡ് ഫാദേഴ്സ് തോട്ട്സ്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ടു ബ്രേക്ക് ദ കപ്പ്. അത് എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റാണ്. എന്ത്? ടു ബ്രേക്ക് ദ കപ്പ്, കപ്പ് പൊട്ടിപ്പോയത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മിസ്റ്റേക്കാണ്. ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധയുള്ളവനാകണമായിരുന്നു. ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. ഓക്കെ, ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ദാറ്റ് ഈസ് വൈ മൈ ഡോട്ടർ ഇൻ ലോ ഷൗട്ടഡ് ആംഗ്ലി അറ്റ് മീ. അതുകൊണ്ടാണ് എൻ്റെ മരുമകൾ എന്നോട് കയർത്തത്, എന്നോട് ദേഷ്യപ്പെട്ടത്. ദാറ്റ് ഈസ് വൈ മൈ ഡോട്ടർ ഇൻ ലോ ഷൗട്ടഡ് ആംഗ്ലി അറ്റ് മീ. ഇറ്റ് വാസ് നോട്ട് ഹർ മിസ്റ്റേക്ക്. അവളുടെ മിസ്റ്റേക്ക് അല്ല. ഐ ഡോണ്ട് റിപ്പീറ്റ് ദിസ് എനിമോർ. ഞാനിത് ഇനി ആവർത്തിക്കില്ല. സിമ്പിൾ വേർഡ്സ് ആണ്. ഒന്നുകൂടി വായിക്കാം. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ടു ബ്രേക്ക് ദ കപ്പ്. ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. ദാറ്റ് ഈസ് വൈ മൈ ഡോട്ടർ ഇൻ ലോ ഷൗട്ടഡ് ആംഗ്ലി അറ്റ് മീ. ഇറ്റ് വാസ് നോട്ട് ഹെർ മിസ്റ്റേക്ക്. ഐ ഡോണ്ട് റിപ്പീറ്റ് ദിസ് എനിമോർ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എഡിറ്റിംഗ് അല്ലേ. അപ്പോൾ നമുക്കൊരു എഡിറ്റിംഗ് നോക്കാം. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് റീറൈറ്റ് ദ ന്യൂസ് പേപ്പർ അപ്ഡേറ്റ്. അപ്പോൾ അവിടെ അപ്ഡേറ്റ് ആണോ? ദ ന്യൂസ് പേപ്പർ അപ്ഡേറ്റ് അവർ നോളേജ് ഓഫ് ദ വേൾഡ് അറൗണ്ട് അസ്. അവിടെ അപ്ഡേറ്റ്സ് എന്നാണ് എഴുതുക. UPDATES, ഒരു എസ് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ദ ന്യൂസ് പേപ്പർ അപ്ഡേറ്റ്സ് അവർ നോളേജ് ഓഫ് ദ വേൾഡ് അറൗണ്ട് അസ്. ബട്ട് വി ഷുഡ് നോട്ട് ബ്ലൈൻഡ്ലി ബിലീവ് എവറിത്തിങ് ദാറ്റ് that is printed in the newspapers. News stories may at times എന്നാണ് അവിടെ വേണ്ടത്. ATTIMES, at times exaggerated, distorted. Yet the newspaper have എന്നല്ല, newspaper has എന്നാണ് വേണ്ടത്. has a very significant role in promoting national integration. ഇപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എഡിറ്റിംഗ് നമ്മൾ കുറേ ചെയ്താലോട് നമുക്കതിൻ്റെ ഒരു സംഭവങ്ങൾ, കുറേ ഗ്രാമർ നമ്മൾ അതിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എഡിറ്റിംഗ് നോക്കാം. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് എഡിറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ദ ബോയ് ഡസിൻറ്റ് വാണ്ട്. അപ്പോൾ വാണ്ട്സ് എന്നല്ല അവിടെ വരുന്നത്. ദ ബോയ് ഡസിൻറ്റ് വാണ്ട്. നേരത്തെ നമ്മൾ അപ്ഡേറ്റ്സ് അല്ല അപ്ഡേറ്റ് ആണ് ആക്കിയത്. അതേപോലെ ദ ബോയ് ഡസിൻറ്റ് വാണ്ട്സ്. അപ്പം വാണ്ടാണ് അവിടെ വേണ്ടത്. ദ ബലൂൺ ഫോർ ഗെറ്റ് വെറ്റ്. ബലൂൺ ടു ഗെറ്റ് വെറ്റ് എന്നാണ്. ബലൂൺ ഫോർ ഗെറ്റ് വെറ്റ് എന്ന് പറഞ്ഞാൽ ബലൂൺ ടു ഗെറ്റ് വെറ്റ്. ഹീക്ക് എന്താണ് കുഴപ്പം? ഹീ ക്യാപിറ്റൽ ലെറ്റർ എഴുതാണ്. അപ്പോൾ H ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഹീ സീസ് ആൻ ഓൾഡ് മാൻ വിത്ത് എന്ന് പറയില്ല, അവിടെ ഓപ്പൺ ആണ് വന്നത്.
അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ്. ക്യാപിറ്റൽ ലെറ്റർ എഴുതാനൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ വോവൽസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൻ ഉപയോഗിക്കണം. അപ്പോൾ ഏൻ ഓപ്പൺ എന്നാണ് അവിടെ വേണ്ടത്. ദ ബോയ്സ് റൺസ് ആഫ്റ്റർ ഹി എന്നറിയില്ല, ആഫ്റ്റർ ഹിം, ഹീൻ്റെ ഇതാണ് ഹിം. അതേപോലെ ഷീ വന്നിട്ട് നമ്മൾ ഹെർ എഴുതും, ഹി വന്നിട്ടുണ്ട് ഹിം എന്ന് എഴുതും. ദ ബോയ് റൺ ആഫ്റ്റർ ഹിം ആൻഡ് ടോക്സ് ടു ഹിം. ഓക്കെ, ഇനിയും വേറെ 2 സ്ലോഗൻസ് എഴുതാനാണ്. ഡു യു റിമെമ്പർ ദ സ്റ്റോറി ദ വുഡൻ കപ്പ്, ഇറ്റ് ഷോസ് ദ പ്രോബ്ലംസ് ഓഫ് ഓൾഡ് പീപ്പിൾ. ഓൾഡ് പീപ്പിളുടെ പ്രോബ്ലംസ് ഒക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് വുഡൻ കപ്പ്. യു ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് ഡേ ഇൻ യുവർ സ്കൂൾ. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഗ്രാൻഡ് പാരൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. പ്രിപ്പയർ 2 സ്ലോഗൻസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഗ്രാൻഡ് പാരൻസ് ഡേ. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഡേക്ക് 2 സ്ലോഗൻസ്, 2 മെസ്സേജ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പം നമുക്ക് എന്തെഴുതാം? ആദ്യത്തെ സ്ലോഗൻ ഇങ്ങനെ എഴുതാം: ഗ്രാൻഡ് പാരൻസ് വൺ ഓഫ് ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. നമ്മുടെ ലൈഫിലെ ഒരു നല്ലൊരു ഗിഫ്റ്റാണ് ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഗ്രാൻഡ് പാരൻസ് വൺ ഓഫ് ദ ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്, വൺ ഓഫ് ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് അങ്ങനെ എഴുതാം. പിന്നെ ഇനി അടുത്ത് എന്താണ് വേറൊരു സ്ലോഗൻ: ഗ്രാൻഡ് പാരൻസ് ആർ പീപ്പിൾ വിത്ത് സിൽവർ ഇൻ ദെയർ ഹെയർ. ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹെയറിൽ എന്താണ് സിൽവർ, വയസ്സായാലും മുടി നടിക്കല്ലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഗ്രാൻഡ് പാരൻസ് ആർ പീപ്പിൾ വിത്ത് സിൽവർ ഇൻ ദെയർ ഹെയർ ആൻഡ് ഗോൾഡ് ഇൻ ദെയർ ഹാർട്ട്സ്. നല്ലൊരു വേർഡല്ലേ, ഗോൾഡ് ഇൻ ദെയർ ഹാർട്ട്സ്. അവരുടെ ഹൃദയത്തിൽ എന്താണ്? സ്വർണ്ണമാണ്. അവരുടെ തലയിൽ എന്താണ്? വെള്ളിയാണ്. ഗ്രാൻഡ് പാരൻസ് ആർ പീപ്പിൾ വിത്ത് സിൽവർ ഇൻ ദെയർ ഹെയർ ആൻഡ് ഗോൾഡ് ദെയർ ഹാർട്ട്സ്. നല്ല അടിപൊളി വേർഡ്. ഇനി അടുത്തത് ഗ്രാൻഡ് മാസ് ആൻഡ് ഗ്രാൻഡ് പാസ് ആർ ലൈക്ക് ഗ്രാൻഡ് ഏഞ്ചൽസ്. അവർ ഏഞ്ചൽസിൻ്റെ മാലാഖമാരെ മാതിരിയാണെന്ന്. അപ്പോൾ ഏതെങ്കിലും 2 സ്ലോഗൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇനി ബർത്ത്ഡേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലും ഇത് നമുക്ക് കൊള്ളിക്കാം. ഇപ്പം ബർത്ത്ഡേ കാർഡ് എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഈ ഒരു സെൻറ്റൻസൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഐവാൻ. ഐവാൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. യു ആർ റീഡ് ദ സ്റ്റോറി ഓഫ് പോളിയ. പോളിയ എന്നുള്ള സ്റ്റോറി നിങ്ങൾ വായിച്ചു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ഹസ്ബൻഡ്? അപ്പം പോളിയാസ് ഹസ്ബൻഡിന് നമ്മൾക്ക് അറിയാലോ ഐവാൻസ് ക്യാരക്ടർ. പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഐവാൻ, ജസ്റ്റിഫൈ യുവർ പോയിൻറ്റ്സ് വിത്ത് എക്സാമ്പിൾ. ഹിൻസ്, അവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ടാവും. ക്യാരക്ടർ സ്കെച്ചിനൊക്കെ ഹിൻസ് തന്നിട്ടുണ്ടാവും. റെസ്പോൺസിബിൾ, ബിസി, സക്സസ്ഫുൾ, ലവിങ്, കെയറിങ്, സപ്പോർട്ടീവ്, ക്വയറ്റ്, പേഷ്യൻറ്റ്, ഫ്രണ്ട്ലി. 3 അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസാണ്. അപ്പോൾ നമ്മളതൊന്ന് കൂട്ടി യോജിപ്പിക്കേ വേണ്ടു. അപ്പോൾ ഐവാൻ നിങ്ങളെ ഒരു ഹെഡിങ് എഴുതുക. പോളിയാസ് ഹസ്ബൻഡ് ഐവാൻ ഈസ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. അപ്പോൾ പോളിയയുടെ ഹസ്ബൻഡ് ഐവാൻ ആരാണ്? ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ആര്? ഐവാൻ. പോളിയാസ് ഹസ്ബൻഡ് ഐവാൻ ഈസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. എന്താ എഴുതുക? പോളിയാസ് ഹസ്ബൻഡ് ഐവാൻ ഈസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഹി ഈസ് വെരി ബിസി. അദ്ദേഹം വളരെ ബിസിയാണ്. ആൻഡ് സോ സക്സസ്ഫുൾ ടു. ലൈഫിൽ വിജയിച്ച ആളാണ്. ഹീ ഈസ് ലവിങ്. വളരെ സ്നേഹമുള്ളവനാണ്. കെയറിങ് ഹസ്ബൻഡ്. നല്ലവണ്ണം നോക്കുന്ന ഭർത്താവാണ്. ഐവാൻ ഈസ് ഓൾവേസ് സപ്പോർട്ടീവ്. നല്ല സപ്പോർട്ടുള്ള ആളാണ്. ബൈ നേച്ചർ ഈസ് ക്വയറ്റ് ആൻഡ് പേഷ്യൻറ്റ്. പിന്നെന്താണ്? വളരെ ശാന്തനാണ്, ക്ഷമയുള്ളവനാണ്. ഹീ ഈസ് വെരി ഫ്രണ്ട്ലി ടുവേർഡ്സ് ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫിനോട് വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എന്താണ് ഐവാൻ്റെ ക്യാരക്ടർ? പോളിയാസ് ഹസ്ബൻഡ് ഐവാൻ ഈസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. ഹി ഈസ് very busy and so successful too. He is loving and caring husband. Ivan is always supportive. By nature he is quiet and patient. He is very friendly towards his wife. ഇനി നമുക്ക് അടുത്തൊരു ക്യാരക്ടർ സ്കെച്ചാണ്. ആരുടേതാണ്? നമ്മുടെ റോബർട്ടിനോയുടെ ക്യാരക്ടർ സ്കെച്ച്. The story The Wooden Cup tells the relationship between grandfather and grandson. In the story, the grandson Robertino loved his grandfather very much. He changed the attitude of his parents towards grandpa. Prepare the character sketch of Robertino. അപ്പോൾ നമ്മുടെ റോബർട്ടിനോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് വരെ മാറ്റി. പാരൻസിന് ഇപ്പോൾ ഗ്രാൻഡ്പാനോട് വളരെ ദേഷ്യമായിരുന്നു. പക്ഷെ അവനത് മാറ്റി അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ആ സ്റ്റോറിയൊക്കെ അറിയാം. അപ്പോൾ അവൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ കൂടാതെ അവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സ്നേഹമാണ് ഗ്രാൻഡ്പായെ.
ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ടിനോ എന്നൊരു ഹെഡിങ് കൊടുക്കുക സെൻട്രലായിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇതെല്ലാവരും ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകും കേട്ടോ. റോബർട്ടിനോ ഈസ് എൻ ഇൻ്റലിജൻറ്റ് ആൻഡ് ലവിങ് ബോയ്. റോബർട്ടിനോ ആരാണ്? ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സാമർഥ്യമുള്ളൊരു കുട്ടിയാണ്. ആൻഡ് ലവിങ് ബോയ്. Tino is an intelligent and loving boy. He loves his grandfather very much. അവൻക്ക് അവൻ്റെ ഗ്രാൻഡ്ഫാദറെ ഭയങ്കര ഇഷ്ടമാണ്. He loves his grandfather very much. For Robertino is an intelligent and loving boy. He loves his grandfather very much. രണ്ട് സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞു. ഹീ നോസ് വെരി വെൽ ദ ലോൺലിനെസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അവനക്ക് എന്തറിയാം? ഹീ നോസ് വെരി വെൽ, അവനക്ക് എല്ലാം അറിയാം. ദ ലോൺലിനെസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ, അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഏകാന്തത അവനക്ക് നല്ലവണ്ണം അറിയാം. ഹി നോസ് വെരി വെൽ ദ ലോൺലിനെസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ പഠിച്ചു പോവുക. റോബർട്ടിനോ ഈസ് എൻ ഇൻ്റലിജൻറ്റ് ആൻഡ് ലവിങ് ബോയ്. ഹി ലവ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. ഹി നോസ് വെരി വെൽ ദ ലോൺലിനെസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഇനി അടുത്ത എന്താണ്? ഹി കനോട്ട് ടോളറേറ്റ് ഹിസ് മദേഴ്സ് ബിഹേവിയർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. ഹി കനോട്ട് ടോളറേറ്റ്, അവനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹി കനോട്ട് ടോളറേറ്റ്, എന്താ സഹിക്കാൻ കഴിയാനത്? ഹി കനോട്ട് ടോളറേറ്റ് ഹിസ് മദേഴ്സ് ബിഹേവിയർ, അവൻ്റെ അമ്മയുടെ പെരുമാറ്റം. ടു ഹിസ് ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ പെരുമാറ്റം, ഗ്രാൻഡ് ഫാദറിനോടുള്ള അമ്മയുടെ പെരുമാറ്റം അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? റോബർട്ടിനോ ഈസ് എൻ ഇൻ്റലിജൻറ്റ് ആൻഡ് ലവിങ് ബോയ്. ഹി ലവ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. ഹി നോസ് വെരി വെൽ ദ ലോൺലിനെസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഹി കനോട്ട് ടോളറേറ്റ് ഹിസ് മദേഴ്സ് ബിഹേവിയർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. ദ ഹാർഷ് വേർഡ്സ്, ക്രൂരമായ വാക്കുകൾ, ആൻഡ് അൺകൈൻഡ് ഡീലിങ്സ്, ദയയില്ലാത്ത പെരുമാറ്റങ്ങൾ ഓഫ് ഹിസ് മദർ മേക്ക് റോബർട്ടിനോ ടേക്ക് എ സ്ട്രോങ് ആൻഡ് വൈസ് ഡിസിഷൻ. അപ്പം അവൻ്റെ അമ്മയുടെ ക്രൂരമായ വാക്കുകളും ഹാർഷ് വേർഡ്സ്, അതേപോലെ തന്നെ ദയയില്ലാത്ത പെരുമാറ്റം, ഇതൊക്കെ റോബർട്ടിനോനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചു. ദ ഹാർഷ് വേർഡ്സ് ആൻഡ് അൺകൈൻഡ് ഡീലിങ്സ് ഓഫ് ഹിസ് മദർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഹാർഷ് വേർഡ്സ് ആൻഡ് അൺകൈൻഡ് ഡീലിങ്സ് ഓഫ് ഹിസ് മദർ, അവൻ്റെ അമ്മയുടെ ആ പെരുമാറ്റം. മേക്ക് റോബർട്ടിനോ ടേക്ക് എ സ്ട്രോങ് ആൻഡ് വൈസ് ഡിസിഷൻ. റോബർട്ടിനോ ബിലീവ്സ് ഇൻ ആക്ഷൻ നോട്ട് ഇൻ വേർഡ്സ്. അപ്പോൾ അവന് ആക്ഷനിലാണ് ബിലീവ് ചെയ്യുന്നത്, വേർഡ്സിലല്ല. ഹിസ് മേക്കിംഗ് വുഡൻ കപ്പ് ഫോർ ഹിസ് മദർ ടു ഹാവ് വെൻ ഷീ ഗ്രോസ് ഓൾഡ് ഈസ് എൻ ഐ ഓപ്പണർ ടു ഹിസ് പാരൻസ്. അപ്പോൾ അവൻ വുഡൻ കപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം അത് അവൻ്റെ പാരൻസിന് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അപ്പോൾ ഞങ്ങളും വയസ്സായാലും ഞങ്ങൾക്കും ഇതേ അവസ്ഥയായിരിക്കും എന്ന് അവൻ്റെ പാരൻസിനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അവൻ്റെ ഈ ആക്ഷനാണ്. അപ്പോൾ ഹിസ് മേക്കിംഗ് വുഡൻ കപ്പ് ഫോർ ഹിസ് മദർ ടു ഹാവ് വെൻ ഷീ ഗ്രോസ് ഓൾഡ് ഈസ് എൻ ഐ ഓപ്പണർ ടു ഹിസ് പാരൻസ്. അപ്പോൾ റോബർട്ടിനോയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് എന്താണ് സെയിൽ പോസ്റ്റ് 3-4 പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇത് വീഡിയോ കുറേ ലെങ്തി ആയി പോവും, അതുകൊണ്ട് അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. നമുക്ക് ഒരു 4-5 സെയിൽ പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് എഡിറ്റിങ്ങും കൂടി ഉണ്ട്. ഇനി ബാക്കിയെല്ലാം ഒരുവിധം കവർ ചെയ്തു തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. ഇന്നും നാളെയും നല്ലവണ്ണം മെനക്കെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.